ഹലോ, ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന പഴഞ്ചൊല്ലാണ്. എന്തൊക്കെയായിരുന്നു ഇത്ര നാള് കുരുതിക്കൂട്ടം, അക്ബറിന്റെ കൂടെ നടക്കുന്ന ആൾക്കാരെല്ലാവരും ഔട്ടായി പോകുന്നു, മാങ്ങ തേങ്ങ. എന്നിട്ട് ഇപ്പോഴോ അവരെല്ലാവരും അക്ബറിന്റെ കൂടെ തന്നെയുണ്ട്. അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് കുത്തിയിട്ടില്ല. കാരണം അക്ബർ കൂടെ നിന്ന് ആൾക്കാരോട് ഇമാതിരി പണിയൊന്നും ചെയ്തിട്ടില്ല. അത് ചെയ്ത ആൾക്കാർ, കുരുതിക്കൂട്ടം എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ ചാവേർ കൂട്ടമായിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബുള്ളി ഗാങ് എന്ന പേര് ചേരുന്നത് ഈ പാട്ട ഗേൾസിനാണ്. റീ എൻട്രികൾ വന്നതിന് ശേഷം എല്ലാവർക്കും അനുവിന്റെ PR വഴി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആദില അറിയുകയാണ്. തനിക്കും പുറത്തിറങ്ങിയ ഇതേ അനുഭവങ്ങൾ തന്നെ വരുമെന്ന് അറിഞ്ഞ ആദില സ്വയം ചാവേറായിക്കൊണ്ട് അനുവിനെ ഒറ്റ കൊടുത്തെന്ന് മാത്രമേ പറയാനുള്ളൂ. ആദിലയാണോ അനുവാണോ ശരിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആദില പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മാത്രമേ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. ആരും ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് ആദില ഇവിടെ നിന്ന് എവിക്റ്റായി പോയിരിക്കുന്നത്. ഇന്നലത്തെ വിഷയം കണ്ടപ്പോഴത്തേക്കും ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് കുറെ ആൾക്കാർ വന്നു. കാരണം അവർക്ക് പറയാൻ ആ കൂടി ടിഷ്യൂ പേപ്പറിന്റെ ഒരു കഥ മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലല്ലോ അവിടുത്തെ കാര്യം. അക്ബറിനെ പുറത്ത് മോശക്കാരനാക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, എന്താണ് അനുമോൾ പറഞ്ഞതെന്നുള്ളതാണ്. മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അതിനൊരു തെളിവില്ല. ആകെ കൂടി ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുന്നത് അനുമോളുടെ കട്ട ഫ്രണ്ടായിട്ട് കൂടെ നടന്ന ആദിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അത് വിശ്വസിക്കാൻ നിവർത്തിയില്ല. കാരണം അനുമോൾ ഇത്ര നാൾ പറഞ്ഞിട്ടുള്ള പല പല അലിഗേഷൻസ് നമ്മളൊക്കെ എത്രമാത്രം അത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പൊ അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നും അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. അനുമോൾ പറയുന്ന ആ ഒരു വാക്കിൽ മാത്രമല്ലേ വിശ്വസിച്ചുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അനുവിന്റെ കൂടെ നടന്ന ആദിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനേ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. കൊടുത്തതിന് കിട്ടിയെന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. സ്വന്തം സുഹൃത്ത് ആ ശൈത്യ, ആ കുട്ടി എന്തോ ചെയ്തതാവട്ടെ, പക്ഷെ തിരിച്ചു വന്നിട്ട് കരഞ്ഞു പറഞ്ഞു എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് എത്ര പ്രാവശ്യം പറഞ്ഞു. എന്തെങ്കിലും ഒരു വില അതിന് കൊടുത്തോ? കൊടുത്തില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റം പുച്ഛമായിരുന്നു അനുമോൾക്ക്. ഇന്നലത്തെ എപ്പിസോഡ് തുടക്കം തന്നെ അനുവിന് ലക്ഷ്മിയോട് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നും അല്ലേ ഈ ശൈത്യ പറയുന്നത്, ചുമ്മാ ഞാനെന്തോ അവളെ കട്ടപ്പാന്ന് വിളിച്ചു, അതിന്റെ പേര് പറഞ്ഞ് ആരോഗ്യോ അവർക്ക് കുറച്ച് കമന്റ് ഇട്ടു, ഇതാണ് ഇവള് പറയുന്ന വലിയൊരു കാര്യം. എന്നാൽ പിന്നെ അനുമോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അക്ബറിനെ മോശക്കാരനാക്കാൻ പറയാൻ ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ. അതാരെങ്കിലും ഒക്കെ കമന്റ് ഇടുമായിരിക്കും, അതിനെന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഞാൻ ശൈത്യയോട് ഉപദേശം കൊടുക്കുന്ന കണ്ടല്ലോ, നിനക്കറിയാലോ നീ കട്ടപ്പെട്ട സ്വഭാവം ഇവിടെ കാണിച്ചിട്ടില്ലെന്ന്, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ പിന്നെ അക്ബറിനെ കുറിച്ച് അങ്ങനെ അതിനോട് അനുമോൾ പറഞ്ഞിട്ടില്ലെന്ന് അത്രയ്ക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര വിഷമം? എന്തിനാണ് ഇങ്ങനെ അറിയുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ മിണ്ടാതിരുന്ന ഒരു സൈഡിൽ ശൈത്യം ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ഒരു സൈഡിൽ പോയിട്ട് ഭയങ്കര മാസക്കെട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്റെ അക്ബറിന്റെ പുറകെ പോകുന്നത്, പുള്ളിക്കാരനെ വിളിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അക്ബറിന് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര കുറ്റം. അയ്യോ, ഒരു സ്ത്രീയോട് കാണിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ അക്ബർ കാണിച്ചത്? ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ? ഹലോ, അതിന് അക്ബറും അനുമോളോട് ഓപ്പോസിറ്റ് നിന്ന് കളിച്ച ആൾക്കാരാണ്. ശൈത്യ അനുമോളുടെ കൂടെ നിന്ന ഫ്രണ്ടാണ്. ആ പുള്ളിക്കാരത്തേക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനുമോൾക്ക് സംസാരിക്കാൻ താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞതിനെ കാട്ടി വലിയ കാര്യമൊന്നുമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് ആൾക്കാർ തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൂടെ നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡ് കുറേ ഡബിൾ സ്റ്റാൻഡ് എന്ന് പൊളിക്കാനുണ്ട്. ഞാൻ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇത് സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ വിഷയം പൊക്കിക്കൊണ്ട് വന്നത് അനുമോൾ മാത്രമാണ്. അത് പറയുന്നത് ജിഷിനോടാണ്. ജിഷിനായിട്ട് അങ്ങോട്ട് പോയി ചോദിക്കുന്ന കാര്യമല്ല, അനുവായിട്ട് തന്നെ ജിഷിനോട് പറയുന്ന കാര്യമാണ്. ജിഷിൻ ഈ കാര്യം പറഞ്ഞത് ബാത്റൂം സൈഡിൽ ആദ്യം ഇത് അക്ബറിനോട് പറയുന്ന സമയത്താണ്. അന്നേരം അക്ബർ എന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അക്ബർ കരഞ്ഞ സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നോ? അക്ബറിന് നാഷണൽ അവാർഡ് കൊടുക്കണം, ഓസ്കാർ അവാർഡ് കൊടുക്കണം. പിന്നെ ചിലർ പറയുന്നത് കേട്ടോ, ഈ ഷോയിൽ വരുന്നത് പൈസയ്ക്കും ഫെയിമിനും വേണ്ടിയിട്ടാണെങ്കിൽ ചുമ്മാ അത് കിട്ടത്തൊന്നുമില്ല, കുറെ സൈബർ അറ്റാക്ക് ഒക്കെ നേരിടേണ്ടി വരും, ആൾക്കാർ അങ്ങനെ പലതും പറയും, അതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് അടിക്കണം എന്ന് പറഞ്ഞ കുറെ ആൾക്കാർ ഇന്ന് അനുമോള് കരുന്ന സമയത്തുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയ്ക്ക് കണ്ണിച്ചുരല്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു. മനസ്സിലായോ? അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ എന്ത് ഇരട്ടത്തപ്പാന്നുള്ളത്. അവിടെയും ഉണ്ട് ഡബിൾ സ്റ്റാൻഡ്. അടുത്തത് ജിഷിനെ കേട്ട കാര്യം ഷാനവാസിനോട് പറയുന്നുണ്ട്. ഷാനവാസ് അത് മെനഞ്ഞാന്നത്തെ എപ്പിസോഡിൽ തന്നെ അനുമോളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയം ആദില എവിക്റ്റ് ആയിട്ടില്ല. അപ്പൊ ഷാനവാസ് അനുമോളോട് ചോദിക്കുന്ന സമയത്ത് ആദില ഇത് അനുമോളോട് ചോദിച്ചു കഴിഞ്ഞു എന്ന് അനുവിടെ പറയുന്നുണ്ട്. അത് PR നമ്പർ ഒന്നും അല്ലത് എന്റെ വീട്ടിലെ നമ്പറാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന അനുമോൾ എന്തുകൊണ്ട് ഈ കാര്യം പോയി ആദിലോട് സംസാരിച്ചില്ല? അന്ന് രാത്രി ആദില എവിക്റ്റ് ആയതിനു ശേഷം നൂറ ഇരുന്ന് അക്ബറിനോട് അപ്പാണിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കാര്യം പോയി അവളോട് ചോദിച്ചപ്പോഴത്തേക്കും ആ ടിഷ്യൂ പേപ്പർ എന്ത് ചെയ്യുന്നതാണ് അവൾ ആദ്യം ചോദിച്ചത്. അത് ഞാൻ ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോൾ പറഞ്ഞത്. അപ്പോൾ അനുമോൾക്ക് വല്ലതും ക്ലിയർ ചെയ്യണമെന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അത് അന്ന് തന്നെ ആകാമായിരുന്നു. അല്ലാതെ ഇന്നലെ പൊട്ടിമുളച്ച കാര്യമൊന്നും അല്ലത്. മെനഞ്ഞാന്നേ അനുമോൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണത്. അതുപോലെ ആദിൽ അവിടെ നിന്ന് നൂറയോട് പറയുന്നുണ്ട്, നിനക്കും അറിയാവുന്നല്ലേ ഈ കാര്യം, അവളത് നമ്പർ എഴുതി എൻ്റെ തന്നതല്ലേ. അപ്പോൾ നൂറ പറയുന്നുണ്ട് ഈ വ്യക്തിക്ക് അല്ലെങ്കിലും അങ്ങനെ ഉള്ളതാ, എന്ത് കാര്യം പറഞ്ഞാലും പിന്നെ സമ്മതിക്കത്തില്ല, ഈഗോ ഇഷ്യൂസ് ആണെന്ന്. അപ്പോൾ അതിൽ കൂടെ തന്നെ മെനഞ്ഞാന്ന് ഇവർ തമ്മിൽ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അനുമോളത് സമ്മതിച്ചിട്ടില്ല, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. ഇന്നലെ ജിഷിനോട് ഈ കാര്യം അനുമോൾ ഇരുന്ന് പറയുകയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇതാ വീട്ടിൽ അക്ബർ സഹിതം അറിഞ്ഞു കഴിഞ്ഞു, അക്ബർ അവിടെ നിന്ന് കരഞ്ഞു എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അനു ആപ്പാടെ ടെൻഷനായിട്ട് കയ്യിൽ നിന്ന് പോയി കരഞ്ഞു തുടങ്ങിയത്. ഇന്നലത്തെ പുള്ളിക്കാരത്തിന്റെ കരച്ചിൽ ഫേക്ക് ആയിരുന്നു എന്നൊന്നും ഞാൻ പറയത്തില്ല, ഉള്ളിൽ തട്ട് തന്നെ കരഞ്ഞായിരിക്കും. പക്ഷെ സ്വയം പേടിച്ചിട്ടാണ് കരയുന്നത്. കാരണം ആദ്യം ഇത് വന്ന് അനുമോളോട് മാത്രം ചോദിച്ചതായിട്ടാണ് അനുമോൾ അറിഞ്ഞിട്ടുള്ളത്. ഇത് ഇത്രയും ആൾക്കാർ ഹൗസിൽ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇന്നലെയാണ് അനുവിന് വെളിപ്പെട്ടത്. പുള്ളിക്കാരത്തി അവിടെ നിന്ന് അമ്മയെ കൊണ്ട് സത്യമാണ് ജിഷിന്റെ അടുത്ത്, ഇത് എന്റെ നമ്പറാണ്, PR നമ്പർ ഒന്നും അല്ല, ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സത്യമായിട്ടും പറയാണ്. അവൾ അങ്ങനെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കും. ഇതൊക്കെ അറിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? ഒരു പെൺകുട്ടിയെ സൈബർ അറ്റാക്കിലേക്ക് തള്ളിയിട്ട്. ഇപ്പൊ ജിഷിൻ പറഞ്ഞു ഞാൻ വിശ്വസിച്ചു, ഇത് കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു, എനിക്ക് മോശമായിട്ട് തോന്നി. ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാർക്കും മോശമായിട്ടാണ് തോന്നും. അപ്പോഴത്തേക്കാണ് ഹൗസിൽ ബാക്കി ആൾക്കാരെല്ലാവരും വരുന്നത്. അവർ വന്നിട്ട് കാര്യം ചോദിക്കുകയാണ്. ഇതിനകത്ത് അനുവിന്റെ PR ഒരുപാട് ബുള്ളി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, സൈബർ അറ്റാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാരും അനുവിനോട് മോശമായിട്ട് ഒന്നും പറയുന്നില്ല, അവർ കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അതിനെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് കൂട്ടത്തോടെ ആക്രമിച്ചു എന്നാണ്. കൂട്ടം കൂടി നിന്ന് ഒരാളുടെ ഒരു കാര്യം ചോദിച്ചാൽ അത് കൂട്ട ആക്രമണം എങ്ങനെയാണ് ആവുന്നത്?
എങ്ങനെയാണ് ആവുന്നത്? എനിക്ക് ഇതൊക്കെയാണ് മനസ്സിലാവാത്തത്. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇത്രയധികം നെഗറ്റീവ് ആക്കിയതിന് ഏറ്റവും വലിയൊരു പങ്ക് പുള്ളിക്കാരത്തെ അവിടെ നിന്ന് എന്ത് തെറ്റ് പറഞ്ഞാലും അതിനെ പുറത്തിരുന്ന് വൈറ്റ് വാഷ് ചെയ്യുന്ന ഈ ആൾക്കാരാണ് അതിന്റെ മെയിൻ കാരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിന്റെ ഫലമാണ് ഈ ഗ്രാൻഡ് ഫിനാലേക്ക് 2 ദിവസം മുമ്പ് അവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കേണ്ട ഒരു അവസ്ഥ അനുമോൾക്ക് ഉണ്ടായത്. ഒരു തെറ്റ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയൊന്നുമില്ല. മറ്റയാൾ എന്തുമാത്രം തെറ്റ് ചെയ്തു, മറ്റയാൾ ഇത് ചെയ്തില്ലേ, മറ്റയാൾ അത് ചെയ്തില്ലേ, മറ്റയാൾ പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ഈ കുട്ടി ചെയ്ത തെറ്റ് തെറ്റല്ലാതാവത്തില്ല. അത് പറയുമ്പോൾ ചിലർക്കൊന്നും പിടിക്കത്തില്ല. അത് അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് അത് ഒരു ഫേവററ്റും അല്ല, അൺഎത്തിക്കലായിട്ടുള്ള പ്ലേ ആണ് ഇവിടെ കളിച്ചിട്ടുള്ളത് അനുമോൾ. അത് തുറന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര പ്രശ്നം? ചെയ്ത കാര്യമല്ലേ. സോ അവിടെ ഒരു ആക്രമണം സംഭവിച്ചിട്ടില്ല. അവർ ജസ്റ്റ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നീ അങ്ങനെ പറഞ്ഞിരുന്നോ, ഞാൻ അങ്ങനെയാണ് ആദ്യം ഇവിടെ പറഞ്ഞിരുന്നത് എന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് ആ കുട്ടിയുടെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറയാമായിരുന്നു. ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ സോക്കോൾഡ് ആൾക്കാർ പറയുന്നത് പോലെ അനുമോളോട് അസൂയ മൂത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെയാണോ റിയാക്ട് ചെയ്യേണ്ടത്? എല്ലാവരുടെ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്തു, നീ തന്നെയാണത് ചെയ്തത്, നീ ചെയ്യാതെ ഒരിക്കലും അവൾ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് കിടന്ന് പറയുന്നതിനാണ് ആക്രമണം എന്ന് പറയുന്നത്. ഇതിവിടെ അപ്പാണ് ശരത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് മെനഞ്ഞാന്ന് ആദ്യം എവിക്റ്റ് ആവുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഇവിടെ സംസാരിച്ച കാര്യമാണ്. ആ സമയത്ത് ആദ്യം ഇത് പോകുന്നതിന് മുമ്പ് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അക്ബർ തന്നെ പറഞ്ഞു ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന്. നീ അങ്ങനെ ശരിക്കും പറഞ്ഞിരുന്നോ? ഇത് ഞങ്ങൾ ആരും പറഞ്ഞുണ്ടാക്കിയ കാര്യമല്ല, നിന്റെ കൂടെ നടന്ന സുഹൃത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. ഇത്രയും അല്ലേ ശരത്ത് പറഞ്ഞത്? അതിന് ഇത്രയും മസാലയും മേമ്പൊടിയും ചേർത്ത് എന്തിനാണ് അവതരിപ്പിക്കുന്നത്? കൂട്ടം കൂടി ആക്രമിച്ചു എന്നൊക്കെ പേരിൽ. സത്യം പറഞ്ഞാൽ അനുമോൾ കരയുന്നുണ്ടപ്പോഴേക്കും ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് പേഴ്സണലി കുറച്ചൊരു വിഷമം തോന്നി. പക്ഷേ ഈ പുറത്ത് കിടന്നുള്ള ബാക്കിയുള്ളവരുടെ ആക്രമണം കാണുമ്പോഴത്തേക്കും ഈ വന്ന വിഷമം അങ്ങ് പോയി കിട്ടും. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇത് കഴിഞ്ഞ അനുമോള് എനിക്ക് വയ്യ, എനിക്ക് ചത്ത് കളയാൻ തോന്നുന്നു, ഇറങ്ങി പോകാൻ തോന്നുന്നു. എത്ര പേരാണെന്നറിയാമോ? ഡിസർവിംഗ് ആയിട്ടുള്ള എത്ര പേര്, ടോപ്പ് 5-ൽ നിൽക്കേണ്ട എത്ര പേർ അനുമോൾക്ക് എഗൻസ്റ്റ് സംസാരിച്ചു എന്നുള്ള പേരിൽ പുറത്തായി പോയിട്ടുണ്ട്. ഊഹിച്ചു നോക്കണം. അനുമോൾക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നല്ലേ ഉള്ളൂ. അതും ഈ അവസാനത്തെ 2 ദിവസത്തിലല്ലേ തോന്നിയത്. ബാക്കി ഡിസർവിംഗ് ആയിട്ടുള്ള എത്രയോ പേർ കണ്ണുനീരോടെ ആയിരിക്കും, മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ആ ഒരു ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിട്ടുള്ളത്. അതിൽ ഒരാളുടെ കാര്യം എനിക്ക് 110% ഉറപ്പിച്ച് പറയാൻ പറ്റും. ആര്യൻ അത്രമാത്രം വിഷമത്തോടു കൂടിയാണ് ആ പയ്യൻ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങി പോയത്. ഇന്നലെ അവർ പുറത്തിറങ്ങിയ ശേഷം അഞ്ജന നമ്പ്യാരായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ആര്യൻ ഭയങ്കര ഡള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരൻ ആ ഒരു എനർജി ഇല്ല, ഒന്നുമില്ല. ബിക്കോസ് നമുക്ക് സ്വയം അറിയാം നമ്മൾ അവിടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് 5-ൽ നിൽക്കാൻ ഡിസർവിംഗ് ആണെന്ന് ബാക്കിയുള്ള പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സോ കോൾഡ് പേഴ്സന്റെ ഫേക്ക് അലിഗേഷൻസ് കാരണം, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പുറത്തിരിക്കുന്ന കുറെ ആൾക്കാർ കാരണം ഞാൻ ടോപ്പ് 5-ൽ വരാതെ പോയതാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഒരാളുടെ വിഷമമാണ് ഞാൻ അവിടെ കണ്ടത് ആര്യന്റെ ഫേസിൽ. അതിന് പകരം ഒന്നും ആവത്തില്ല ഇപ്പൊ അനുമോൾക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കൂട്ടത്തോടെ ആക്രമിച്ചെന്ന് പറയുന്നത് ശരത്ത് മാത്രമാണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത്. അവിടെ ശരത്ത് ജിഷിനോട് ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഇതെടുത്ത് ഇട്ടത്, ഇതൊരു വിഷയമാക്കേണ്ട കാര്യം എന്താണ്, ആർക്കാരും ഇത്ര അത്യാവശ്യം? അപ്പൊ ജിഷിൻ പറയുന്നത് ഞാനല്ല ചോദിച്ചത്, ഇവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കൂട്ടത്തോടെ ആക്രമിച്ച ആക്രമണമാണ് ഈ പറയുന്നത്. കാരണം എന്തിനാണ് വിഷയം? സാധാരണ നമുക്ക് ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു പോയിന്റ് കിട്ടിയാൽ മതി, അതങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയാൽ മതി. ഇവിടെ വന്ന ആൾക്കാർ ആ ശരത്ത് സത്യം പറഞ്ഞാൽ ബിൻസി ആയിട്ടുള്ള കാര്യം മാത്രം ആ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ മാത്രമാണ് ശരത്ത് ഇവിടെ അനുമോളോട് ഇച്ചിരിയെങ്കിലും വോയിസ് റേസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ഇന്നലത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കാര്യമായിട്ട് ചോദിക്കുക എന്തിനാണ് ഇതെടുത്ത് ഇടാൻ പോയത് എന്ന് ചോദിക്കുകയാണ്. അതും ആക്രമണമാക്കി. അപ്പോൾ അവന് പറയാണ് അക്ബർ കരഞ്ഞ സമയത്ത് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു. അപ്പോൾ ശരത്ത് വേണ്ടക്ക അക്ഷരത്തിൽ തന്നെ അവിടെ പറയുന്നത് നിന്നെ ഞാൻ വിളിച്ചില്ലായിരുന്നോ, അപ്പോൾ നീ അവിടെ ലക്ഷ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് വരാൻ സൗകര്യം നീ പറഞ്ഞെന്ന്. ഇതൊന്നും എന്താ ആരും പറയാത്തത്? ആരും എന്താ ഇതൊന്നും സംസാരിക്കാത്തത്? ഇത് അനുവിനോട് തന്നെയല്ലേ ശരത്ത് പറയുന്നത്. അപ്പം മെഞ്ഞാന്ന് വേണമെങ്കിൽ അതിൽ പോകുന്നതിന് മുമ്പേ അനുവിന് അവിടെ ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അനുവായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ശരത്ത് വന്ന് വിളിച്ചപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്നാണ് അനുമോള് പറഞ്ഞത്. അത്രേ. ഇതിനെക്കുറിച്ചൊക്കെ ആര് സംസാരിക്കുന്നു? എത്ര പേര് സംസാരിക്കുന്നു? ഒരു ടിഷ്യൂ പേപ്പറിന്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി മെനഞ്ഞാൻ നിറഞ്ഞൊരു കാര്യം ആദ്യം എവിക്റ്റായതിനു ശേഷം ഇന്നലെ എടുത്ത് വെച്ച് ഭൂകമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ആദ്യം ഉള്ളപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? ഇന്നലെ പോയിട്ട് എന്നിട്ട് നൂറയോട് ചോദിക്കാൻ നിൽക്കുന്നു. നൂറ നിന്റെ എല്ലാ പേപ്പർ ഉണ്ടെങ്കിൽ താ കുറേ പേര് പറയുന്നു നൂറ അഭിനയിക്കുന്നു, നൂറ എന്തൊരു ഫ്രണ്ടാണ്, നൂറയ്ക്ക് അതിന് മറുപടി ഇല്ല, നൂറ ടിഷ്യൂ പേപ്പർ ഒളിപ്പിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നൂറ എന്ന് പറയുന്ന ആളല്ല ആദില വേറെ നൂറ വേറെ. ഇവിടെ ഗെയിമിൽ അവർ രണ്ടുപേരും 2 കണ്ടസ്റ്റന്റ് ആണ്. അവർ പാർട്ണർ ആണെന്ന് കരുതിയിട്ട് ആദില കാണിക്കുന്ന എല്ലാ കാര്യത്തിനും നൂറ റെസ്പോൺസിബിൾ ആവുന്നില്ല. പിന്നെ നൂറ എന്തിനു കൊടുക്കണം? നൂറ അവിടെ ഇപ്പോഴും ഗെയിമിൽ നിൽക്കുന്ന ഒരാളാണ്. പുള്ളിക്കാരത്തി അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് അനുമോളാണോ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അനുമോളുടെ ഫാൻസോ PR ആണോ തീരുമാനിക്കുന്നത്? നൂറ പറഞ്ഞത് കാര്യമല്ലേ, ആദിലയും നീയും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തീർക്കുക, അല്ലാതെ എന്നെ അതിലേക്ക് വലിച്ചിട്ടേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തിക്ക് അതിനുശേഷം സങ്കടം വരികയാണ്. കാരണം പുള്ളിക്കാരത്തി കൂടെ അതിനകത്ത് ഭാഗമായി പോയല്ലോ എന്ന് ആലോചിച്ചിട്ട്, ടോപ്പ് 5-ൽ വരാതെ അടുത്ത എവിക്ഷനിൽ പുറത്തു പോകുന്ന പേടിച്ചിട്ട്. നൂറ എന്തിനാണ് ഇതൊക്കെ റെസ്പോൺസിബിൾ ആവുന്നത്? ആദിലായിട്ട് വല്ല സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആദിലായിട്ട് തീർത്തോണം. നൂറെ അതിൽ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. മെനഞ്ഞാന്ന് രാത്രി ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അനുവിന്റെ വായിന്ന് ഇവിടെ പലരെ കുറിച്ച് വന്നിട്ടുണ്ട്, അക്ബറിനെ കുറിച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്ന് നൂറ പറയുമ്പോൾ എന്താണ് കാര്യം എന്ന് അക്ബർ മപ്പാണി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ നൂറ പറയുന്നില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞു, ആദിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് പറഞ്ഞത്, കാരണം പുള്ളിക്കാരത്തി കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുന്ന ടൈപ്പാണ്. പക്ഷെ നൂറ പറയത്തില്ല. നൂറയ്ക്ക് കുറച്ചുകൂടെ മനസ്സിൽ വെച്ച് കണ്ണിങ് ആയിട്ട് ഗെയിം കളിക്കാൻ നൂറയ്ക്ക് അറിയാം. അതാണ് നൂറയുടെ പ്ലേ. അപ്പോൾ നൂറ എന്തിനാ അത് പറയേണ്ട ഉത്തരവാദിത്തം നൂറയ്ക്ക് എന്താണ്? അത് അനുവിനെ സംസാരിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ആദ്യമുള്ള സമയത്ത് ഇത് പറയണമായിരുന്നു.
മനസ്സിലായില്ല. അല്ലാതെ അക്ബർ അവിടെ കരഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും തമ്പുരാനെ ആൾക്കാർ എന്ത് വിചാരിച്ചിരിക്കണം, എന്നെ കുറിച്ച് മോശം പിക്ചർ പുറത്തു പോയോ എന്നോർത്ത് അനുമോൾ ഇപ്പോൾ സങ്കടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഫീസ്റ്റാണ് പുറത്തിറങ്ങുമ്പോൾ അനുമോൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഇനി ഒരേ ഒരു കാര്യമേ പ്രാർത്ഥിക്കുള്ളൂ, നാളെ കപ്പ് എങ്ങും കിട്ടിപ്പോവല്ലേ എന്ന്. കാരണം കപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി പറയേണ്ട സൈബർ അറ്റാക്കിന്റെ ചാകരയായിരിക്കും അനുമോൾക്ക് കിട്ടാൻ പോകുന്നത്. ഞാനിവിടെ ഉറപ്പിച്ച് പറയുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. കാരണം ബാക്കിയുള്ളവർക്ക് കിട്ടേണ്ടൊക്കെ അവർ മേടിച്ചു കഴിഞ്ഞു, അവരിപ്പോൾ അതിന് യൂസ്ഡ് ആയി ഈ 2-3 മാസം കൊണ്ട്. പക്ഷേ ഇത്രയും ദിവസം ഹൗസിൽ ഇരുന്ന് കാണിച്ച കാര്യങ്ങൾക്കെല്ലാം അനുമോൾക്കുള്ള സൈബർ അറ്റാക്കും മറ്റു കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരുമ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. നാളെ ഗ്രാൻഡ് ഫിനാലെ വരെ ഈ PR ടീമും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ആര് സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. ഇന്നലെ പുള്ളിക്കാരത്തി പറയാം, ആ സീരിയലും കൊണ്ട് വെളിയിലങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു, ഇതിനകത്തേക്ക് വരണ്ടായിരുന്നു എന്ന്. വന്നതല്ല പ്രശ്നം, ഈ ടോക്സിക് PRനെ കൊണ്ട് വന്നതാണ് പ്രശ്നം. മറ്റുള്ളവരെ ഡീഫെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ട് കൊടുക്കാൻ പോയതാണ് പ്രശ്നം. അതൊക്കെയാണ് പ്രശ്നം. നേരെ വണ്ണം വന്ന് ഇതിന് കളിച്ചിരുന്നെങ്കിൽ അനുമോൾക്ക് ഇപ്പോൾ നല്ലൊരു പേരുമായിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു. ഇതിപ്പോൾ ഉള്ള പേരോടെ കൊണ്ട് കളഞ്ഞാണ് കയ്യില്. കുറേ ആൾക്കാർ ഇപ്പോഴും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം. സ്റ്റാർട്ടിങ്ങിൽ ഞാനും സപ്പോർട്ട് ചെയ്തിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു അനുമോളെ. പക്ഷേ എനിക്കിപ്പോൾ ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ യോജിക്കാൻ പറ്റും? ബാക്കിയിരിക്കുന്ന മനുഷ്യന്മാരൊക്കെ മനുഷ്യന്മാരല്ലേ, അനുമോൾ മാത്രമേ ഉള്ളൂ മനുഷ്യൻ. അനുമോളുടെ കരച്ചിലും വിഷമത്തിനും മാത്രമേ ഉള്ളൂ വാല്യൂ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ റൂൾസ് തെറ്റിക്കുന്നു എന്നുള്ള കാര്യം കൊണ്ട് ജിസേലിന്റെ നിന്ന് മേക്കപ്പ് ഐറ്റംസ് എടുക്കാൻ പോയ അനുമോൾ റൂൾസ് തെറ്റിച്ച് തന്നെയാണ് മൈക്ക് മാറ്റിയിട്ട് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ജിസേലിന്റെ കാര്യം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അന്ന് അനുമോൾ ചെയ്ത് തന്നെയാണ് ശരി. പക്ഷെ അനുമോൾ ഈ മൈക്ക് മാറ്റിയിട്ട് ഇമാരി കാര്യങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നു പറഞ്ഞതും തെറ്റ് തന്നെയാണ്. ചെയ്ത തെറ്റല്ലതാവോ? അനുമോൾ ഇത് പറഞ്ഞിട്ടില്ല എന്ന് എന്തോറപ്പാണുള്ളത്? പറഞ്ഞത് കൊണ്ട് തന്നെയല്ലേ ഇവർ പറയുന്നത്. ഇപ്പൊ ആദ്യം നല്ല വ്യക്തമായിട്ട് അറിയാം, ഇതുപോലത്തെ ഒരു കാര്യം അവിടെ ഇട്ട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൂരത്തെറിവിളിയും അവർക്ക് ജീവിതം പടുക്ക് നടക്കുന്ന സൈബർ അറ്റാക്കും കിട്ടുന്നു. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ സൈബർ അറ്റാക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടാണ് അവർ ഇങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചത് പുതുമയൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ പുതുമയാകാൻ പോകുന്നത് അനുമോൾക്കായിരിക്കും. കാരണം പുള്ളിക്കാരത്തേക്ക് കൂടുതലായിട്ടും അല്ലെങ്കിൽ ഒരു 99% പോസിറ്റീവ് ഓഡിയൻസ് തന്നെയായിരുന്നു. ആ പുള്ളിക്കാരത്തേക്ക് സൈബർ അറ്റാക്ക് ഒന്നും വലിയ പിടുത്തമുണ്ടാവില്ല. ഇന്നലത്തെ ഈ ഒരു ഇഷ്യൂവിന് പുള്ളിക്കാരത്ത് കിടന്നിങ്ങനെ കരയുവാണെന്നുണ്ടെങ്കിൽ, ഇത്രയും മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ, പുറത്ത് ഞാൻ എങ്ങനെ ഇറങ്ങി നിൽക്കും ആൾക്കാരുടെ മുമ്പിൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇത്രയും കാലം കാണിച്ചുകൂട്ടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഫേസ് ചെയ്യുന്നത് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അതിലെ നൂറെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അവർ ചാവേറായി തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. അവർക്ക് വിഷയമില്ല, പോകുന്നെങ്കിൽ ഇത് ഇത്രയും 10 പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പുറത്തിറങ്ങിയത്. കാരണം ഈ റീ എൻട്രീസ് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത്രമാത്രം ഇഷ്യൂസ് ഈ പെൺകുട്ടി കാരണം പുറത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് അവർ നോക്കുമ്പോൾ ശൈത്യ ഈ കുട്ടിയുടെ ഫ്രണ്ടായിട്ട് നടന്നതാ. ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ അതിന് വളരെ സില്ലി ആയിട്ട് കാണുന്ന അനുമോളെ കാണുമ്പോൾ ഇവർക്ക് തന്നെ ടെൻഷൻ ആവുന്ന തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങിയ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അതും ഈ കുട്ടി സില്ലി ആയിട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് പോയത്. അത് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു മാർഗ്ഗമില്ല. മൈക്ക് മാറ്റിയിട്ട് പറഞ്ഞ കാര്യം കൊണ്ട് പ്രൂഫ് ഒന്നുമില്ല. പക്ഷേ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു എന്ന് വിശ്വസിക്കാനേ പറ്റത്തുള്ളൂ. കാരണം പറയുന്നത് അനുമോളുടെ എനിമിയല്ല, കൂടെ നിന്ന് സുഹൃത്താണ്. ഇതുവരെ അനുമോൾ അവിടെ കാണിച്ചിട്ടുള്ള സകലമായ കാര്യങ്ങൾക്കും കൂടെ നിന്നിട്ടുള്ള സുഹൃത്ത്. ഇന്നലെ അനുമോൾ പിന്നെ ഓടി അകത്തേക്ക് പോയിട്ട് ആദ്യം പുള്ളിക്കാരത്തേക്ക് നമ്പർ എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു പേപ്പർ എടുത്ത് കാണിക്കുകയാണ്. കണ്ടോ അപ്പൊ നെവിൻ പറഞ്ഞു, എനിക്കിപ്പോൾ വിശ്വാസമായി, നേരത്തെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അക്ബർ വന്നിട്ട് പറയുന്നുണ്ട്, എടാ നമ്പറിലല്ല കാര്യം, നമ്പർ PR-ൻ്റെതല്ല, അവളുടെ ചേച്ചിയുടെ നമ്പർ ആണെന്നുള്ളത് എവിക്ഷൻ സമയത്ത് ആദ്യം എന്റെ ചെവി വന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം എന്നാൽ സോഷ്യൽ മീഡിയയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, അത് അക്ബർ ഉരുണ്ട് കളിക്കുന്നതാണ്. ആ നമ്പർ കണ്ടപ്പോൾ അക്ബർ പാനിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയതാണെന്നൊക്കെ. ഞാനൊരു കാര്യം കൂടെ പറയാം, എപ്പിസോഡ് നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ അനു ഈ സംസാരം ജിഷിനോട് നടത്തുന്ന സമയത്ത് തന്നെ അക്ബർ ഒനിയിലോട്ട് സംസാരിക്കുന്ന സമയത്തും ഒനിയിലോട് പറയുന്നുണ്ട്, PR-ന്റെ നമ്പർ അല്ല ചേച്ചിയുടെ നമ്പറാണ് എഴുതി തന്നെന്നുള്ളത്. ആദ്യം വന്ന് എന്നോട് എവിക്ഷൻ സമയത്ത് ചെവിയിൽ പറഞ്ഞിട്ട് പോയി എന്നുള്ളത്. ഓക്കെ, സോ അനുമോൾ എടുത്ത് കാണിച്ച നമ്പർ കണ്ട സമയത്ത് അല്ല അക്ബർ ഇത് പറയുന്നത്, നേരത്തെ അക്ബർ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അനുമോൾ പറഞ്ഞ മെയിൻ കാര്യത്തെ ഹൈഡ് ചെയ്യാനുള്ള ഞുണുക്ക് എക്സ്ക്യൂസസ് ആണ്. അടുത്തൊരു ഡബിൾ സ്റ്റാൻഡോട് പറഞ്ഞിട്ടെ, ഒരു 2 ആഴ്ച മുമ്പ് ഈ നെവിനും അക്ബറും ആര്യനും ക്യാപ്റ്റന്മാരായ സമയത്ത് നെവിൻ അവിടെ അനുമോളോട് എന്തോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പുകിലായിരുന്നു വെളിയിൽ. നെവിനെ കുറിച്ച് പറയാനൊന്നുമില്ല. അന്ന് നമ്മൾ നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. നെവിൻ ചെയ്ത ഭാഗം തെറ്റാണ്, പക്ഷേ സ്റ്റിൽ അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട്, ആതിരയുടെ നൂറയുടെ ഭാഗത്ത് തെറ്റുണ്ട്. അവരാണ് അവിടെ മെയിൻ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞപ്പോൾ പലർക്കും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് നെവിനെ കാളകൂടെ വിഷമെന്നും നികൃഷ്ട ജീവിയെന്നും വായി വിളിക്കാൻ കൊള്ളാത്ത പേരുകൾ വരെ വിളിച്ച ആൾക്കാർ ഇന്നലെ നെവിൻ അനുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നെവിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെവിൻ ചെയ്ത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരാൾ വിഷമിക്കുമ്പോൾ അയാളുടെ സൈഡിൽ പോയി ഇങ്ങനെ കുത്തുവല്ല വേണ്ടത്. നെവിന് വേണമെങ്കിൽ അന്ന് അനുമോളും ആദിലും നൂറെ നെവിനോട് കാണിച്ച കണക്ക് ഇവിടെ അനുമോളെ ഇട്ട് കുത്താമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. കാരണം പുള്ളിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് നമ്മൾ പണ്ടേ തിരിച്ചറിഞ്ഞറിയാണ്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നെവിൻ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യം. പക്ഷെ അന്ന് എന്തുമാത്രം ഹേറ്റഡ് ആയിരുന്നു ഈ പയ്യൻ ഉണ്ടായിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ, അനുമോളെ സപ്പോർട്ട് ചെയ്തപ്പോൾ നെവിൻ സൂപ്പർ സ്റ്റാർ ആയി. ഇനി ഒന്നും പറയാനില്ല നെവിനെ കുറിച്ച്. അന്ന് നെവിനെ പുച്ഛിച്ച് തള്ളിയ ആൾക്കാർ, കുറ്റം പറഞ്ഞ ആൾക്കാർ, നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച ആൾക്കാർ, എന്തിന് മണി ബോക്സിന്റെ ടാസ്ക് നെവിനെ കൊടുത്തു എന്ന് ചോദിച്ച ആൾക്കാർ ഇപ്പൊ നെവിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ആൾക്കാരുടെ ഡബിൾ സ്റ്റാൻഡ് എന്താന്ന്? അതായത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ സൂപ്പർ, എന്തെങ്കിലും എഗൻസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശം. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? മുമ്പ് ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ, തമ്പ്രാട്ടിനൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്നവർ, അവർക്കൊക്കെ ഇപ്പൊ ലക്ഷ്മി സൂപ്പറാണ്. ലക്ഷ്മി ആദിലും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പം ശരിയായെന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം എന്താ? ആദിലും നൂറേയും അനുമോൾക്ക് എഗൻസ്റ്റ് തിരിഞ്ഞു. അതുകൊണ്ട് മാത്രം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് അനുമോളുടെ PR-നെ മാത്രം ഇത്രയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടുന്നതെന്ന്. ഇതൊക്കെയാണ് കാര്യം. സ്റ്റാർട്ടിങ്ങിൽ സത്യം പറയാലോ, ഏതോ ഒരു വീഡിയോയിൽ ആരോ പറയുന്നത് കേട്ടോ, അനുമോൾ ഒരു കാരണവശാലും വിന്നർ ആവത്തില്ല. കാരണം പുള്ളിക്കാരത്തെ പോലെ 24 മണിക്കൂർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ബിഗ് ബോസിന്റെ കപ്പൊന്നും കിട്ടാൻ സാധ്യതയില്ലാന്ന്. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് കിട്ടിക്കൂടാ? നല്ലതുപോലെ കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ള ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കിട്ടാനേ വേണ്ടേ? അപ്പോൾ തുടക്ക സമയത്തൊക്കെ നല്ല ഒബ്സർവേഷൻ സ്കില്ലായിരുന്നു അനുമോൾക്ക്. എന്ത് കാര്യം അവിടുന്ന് ചൂടിന് കണ്ടുപിടിക്കുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നു. സോ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി പുള്ളിക്കാരത്തേക്ക്. പക്ഷേ എന്നാണോ
ജിസേലിൻ്റെയും ആര്യൻ്റെയും ആ ഒരു അലിഗേഷൻ അനുമോളുടെ അടുത്ത് വച്ചത് അന്ന് തൊട്ട് സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല സത്യമായിട്ട്. അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. ഇന്നും അതൊരു കറയായിട്ട് ജിസേലിൻ്റെയും ആര്യൻ്റെയും കേസിൽ കിടക്കുകയാണ്. കാരണം പുള്ളിക്കാർക്ക് അത് സമ്മതിച്ചിട്ടില്ല. അവരത് ചെയ്തില്ല എന്നുള്ളത് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ചെയ്താലും അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് അനുമോൾ ബാധിക്കുന്ന വിഷയമല്ല, ഗെയിമിൽ പറയേണ്ടുന്ന ഒരു കാര്യവുമല്ല. അതെന്ന് അനുമോൾ പറഞ്ഞോ അന്ന് മുതൽ റിയൽ ഓഡിയൻസിന് മുമ്പിൽ അനുമോളുടെ ക്രെഡിബിലിറ്റി നശിച്ചു പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. സത്യമായ കാര്യമാണ്. അന്നും സപ്പോർട്ടേഴ്സ് പലതും പറയായിരിക്കും. ഞാനിത് പറയുമ്പോഴത്തേക്കും ഉടനെ വന്നിട്ട് അക്ബർ അത് ചെയ്തു, അക്ബർ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അക്ബർ ബീൻ ബാഗിൽ ഇരുന്ന് വെറുതെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ എന്ത് പറയാനാണ്? റാപ്പ് സോങ് പാടി ട്രിഗർ ചെയ്തു. ഇന്നലെ തന്നെ എന്തോ അനുമോൾ ക്യാപ്റ്റൻ ആയില്ല, ലാസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ അനുമോളെ ആക്കാമായിരുന്നു എന്തോ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക ആര്യനോ മറ്റോ. ആ സമയത്ത് നൂറ പോലും ക്യാപ്റ്റനായി എന്നൊരു സെന്റൻസ് അനുവിന്റെ വായിന്ന് വീണു. അക്ബർ അവിടെ നിന്നിട്ട് ഓ നൂറ പോലും ക്യാപ്റ്റനായി, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, നൂറയ്ക്ക് എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് തന്നെ പുള്ളിക്കാരത്തേക്ക് താങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ഇഷ്യൂ ആണെങ്കിൽ കൊണ്ടുവരികയും ചെയ്തു. അയ്യോ നൂറെ പോലും ക്യാപ്റ്റൻ അനു പറഞ്ഞതിന് അക്ബർ വളച്ചൊടിച്ചു. ഇതൊക്കെ ബേസിക് ട്രിഗറിംഗ് ആണ്. അല്ലാതെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താ ഭയങ്കര വലിയ അലിഗേഷൻ വല്ലതും ആണോ? ഇത് ചെയ്യാൻ പാടില്ലെന്ന് വല്ല നിയമമുണ്ടോ ബിഗ് ബോസിൽ? ഇതൊക്കെ അവിടെ ചെയ്യാം. ഇതൊക്കെ അലവബിൾ ആണ്. ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ആണ് പറ്റാത്തത്. ആ അലിഗേഷൻസിന്റെ സമയത്ത് കണ്ണുടച്ച് വായും പൊട്ടി മിണ്ടായിരിക്കുന്ന ആൾക്കാരാണ് നൂറ പോലും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞതിന് വളച്ചൊടിച്ചു അക്ബർ എന്ന് പറയുന്നതിന് എത്ര ഉത്സാഹം കാണിക്കുന്നത്. ഇതേപോലത്തെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അയാളെ കുറിച്ച് പറയാനുണ്ടാവും. അല്ലാതെ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എത്തിക്കലല്ലാത്ത ഒരു കാര്യം അക്ബറോടെ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഗെയിം പോയി ആ മനുഷ്യൻ കളിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു മാസം അല്ലാണ്ട് പുള്ളിക്കാരന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സ് പോയതോടെ പുള്ളിക്കാരനും ഇല്ലാതായി. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുരുതിക്കൂട്ടം എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്ന അക്ബറിന്റെ ഗ്യാങ് ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും ഒരു ബോണ്ട് ഉണ്ട്. തിരിച്ച് വന്ന അക്ബറിന്റെ ഫ്രണ്ട്സ് എല്ലാവരും അക്ബറിനോട് എന്ത് കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതേസമയം അനുമോൾക്ക് അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ എന്തിന് ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞു കൂടെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് പോലും തിരിച്ചു വന്നിട്ട് അനുമോളോട് അവർക്ക് ഇഷ്ടമല്ല തോന്നുന്നത്. എന്തുകൊണ്ട് അനുമോളോട് മാത്രം അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? അതൊരു വിമൻ ഫൈനൽ ഫൈവിലേക്ക് കയറുന്നത് കൊണ്ടല്ല. നൂറയോടോ അതിനോട് അവർക്ക് അത്രയും പ്രശ്നമില്ല. അവർക്ക് പ്രശ്നം മുഴുവൻ അനുമോളോടാണ്. അത് ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. പുറത്ത് അവരുടെ PR ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. ഒരു ചെറുവിരൽ അനുമോൾക്ക് എഗൻസ്റ്റ് അനക്കാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ആൾക്കാർ സ്റ്റക്കായി പോയിട്ടുള്ളത്. ഈ ഒരു സീസണിലെ പ്രശ്നമാണത്. അപ്പോൾ അക്ബർ നൂറയെ പോലും ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തെ വളച്ചൊടിച്ചു എന്ന് പറയുന്ന അനുമോൾ തൊട്ടടുത്ത സെക്കൻഡിൽ നിങ്ങൾ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല അക്ബർ എന്ന്. അപ്പോൾ ജിസേൽ പറഞ്ഞു ഇങ്ങനെ പ്രാവരുത് അനു എല്ലാവരും കയറി. അപ്പോൾ ഉടനെ അനുമോൾ പറയുന്നത് നന്നാവത്തില്ല, ഞാൻ ഉദ്ദേശിച്ചത് സ്വഭാവം ഒരിക്കലും നന്നാവില്ലെന്നാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇതിനെ വളച്ചൊടിച്ചൂടെ? വളച്ചൊടിച്ച് അനുമോളത് വളച്ചൊടിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞൂടെ? അതവിടെ അത്ര പേര് പറയുന്നു, ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഒരിക്കലും പറയുന്നില്ല. അത് അനു ഉദ്ദേശിച്ച് ചിലപ്പോൾ അതായിരിക്കാം. പക്ഷെ വേണമെങ്കിൽ വളച്ചൊടിക്കാമല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് ഇവരാരും മിണ്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ഡബിൾ സ്റ്റാൻഡ്. അക്ബർ പറഞ്ഞത് വളച്ചൊടിയാണെന്നുണ്ടെങ്കിൽ അനുമോളി പറഞ്ഞത് വളച്ചൊടിക്കൽ തന്നെയല്ലേ? അപ്പൊ ഇത് പറയാതെ അത് മാത്രം പറയുമ്പോൾ അവർ വീണ്ടും ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ്. എത്രയോ തവണ അനു ഇവിടെ അക്ബറിന്റെ ലൈഫ് പോട്ടെ, ഭാര്യ പിണങ്ങി പോട്ടെ, നിങ്ങളുടെ കുടുംബ ബന്ധം പിരിയട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരത്തിൽ പ്രാപിച്ചിട്ടുണ്ട്. അവിടെ മറ്റെത്രയോ ആൾക്കാർ പുള്ളിക്കാരത്തിൽ പ്രാഗിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടോ വലിയ ഇഷ്യൂ ആയിട്ടോ ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, മെൻഷൻ പോലും ചെയ്തിട്ടില്ല. കാരണം അത് അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമായിട്ട് നമ്മൾ തള്ളി കളഞ്ഞിട്ടുള്ളൂ. അതൊന്നും കൂടുതൽ വലിയൊരു കാര്യമായിട്ട് പൊക്കിക്കൊണ്ട് വന്നിട്ടില്ല. വായിന്ന് വീണ് പോകുന്ന കാര്യങ്ങളാവാം, മനുഷ്യരല്ലേ. ഈ അലിഗേഷൻസ്, മോശപ്പെട്ട വർത്തമാനങ്ങൾ വായിന്ന് വരുന്നതിനാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ അക്ബർ അത് പറഞ്ഞു, അക്ബർ റാപ്പ് പാടി, മറ്റത് പാടി, നാടകറാണി എന്ന് വിളിച്ചു, കരച്ചിൽ ഡ്രാമ എന്ന് വിളിച്ചു, ഇതൊക്കെ ട്രിഗറിങ്ങിന്റെ ഭാഗമല്ലാതെ ഭയങ്കര വലിയ കാര്യമായിട്ട് എടുക്കാനാണെങ്കിൽ അനുമോളുടെ വായിന്ന് അനുമോൾ എന്തൊക്കെ പ്രാപിച്ചിട്ടുണ്ട്, ആരൊക്കെ പ്രാപിച്ചിട്ടുണ്ട്, ഇതൊക്കെ വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടോ? ഞാൻ പറയാറില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് ബാക്കിയുള്ളവർക്ക് നേർക്കിറങ്ങിയിട്ട് എന്ത് മെസ്സേജാണ് ഈ കുട്ടി സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരാളെയാണോ നിങ്ങൾ വിന്നറാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പൊ നൂറ് ഇന്നലെ ആക്ച്വലി ഭയങ്കര വിഷമമായ പുള്ളിക്കാരത്തെ വെച്ച് എന്നെ എന്തിനാണ് കൊണ്ട് ഇത് ഇട്ടത്, ഇത് എന്തിനാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ട് വന്നത്, ഇത് എന്തിനാണ് സംസാരിക്കാൻ പോയത്? അപ്പോൾ അക്ബർ പറഞ്ഞു ഞാനല്ല ഇത് സംസാരിച്ചത്, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, പക്ഷെ അവളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനിത് സംസാരിക്കും. അപ്പോൾ നൂറ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അക്ബർ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പ്രതികരിച്ചിരിക്കും. കാരണം എനിക്കിപ്പോൾ കപ്പും വേണ്ട ഒന്നും വേണ്ട, എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതല്ല. ഇനി ഒരു മനുഷ്യൻ ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. എൻ്റെ ഫാമിലി സഹിതം പുറത്ത് തെറി കേട്ടോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റീഎൻട്രി വന്നപ്പോൾ ഇവർ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത്രമാത്രം മനസ്സിന് ഹേർട്ടായിട്ടാണ് പുള്ളിക്കാരൻ അത് സംസാരിക്കുന്നത്. അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ അക്ബർ ഫാൻ ആയതുകൊണ്ടല്ലേ വെള്ള പൂശാതിരിക്കും PR. അങ്ങനെ PR ആണെങ്കിൽ ഞാൻ തന്നെ പറയുകയാണ്. ഇന്നലെ അനുമോൾ കരഞ്ഞപ്പോഴും എനിക്ക് പേഴ്സണലി സങ്കടം തോന്നി. കാരണം മറ്റൊരാളുടെ ഇമോഷൻ കാണുമ്പോഴത്തേക്കും അത് ഡ്രാമയാണെന്ന് പറയേണ്ട ആവശ്യം നമുക്ക് ആർക്കും ഇല്ല. പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? പുള്ളിക്കാരത്തിൽ കയ്യിൽ നിന്ന് പോയി വെച്ച് അനുഭവിക്കാനേ നിവർത്തിയുള്ളൂ. അനു ചെയ്ത കാര്യങ്ങൾക്ക് അനു തന്നെ പുറത്തിറങ്ങി ആൻസറബിൾ ആണ്. ഇപ്പോൾ കുറേ പേര് പറയുന്നു ശൈത്യയാണ് വന്നിട്ട് ആദിലും നൂറേയും ടോപ്പ് 5 പോലും കയറാൻ ശ്രമിക്കാതെ ഇപ്പോൾ എവിക്റ്റ് ആക്കുന്നതൊക്കെ. അവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യ വന്ന് അനുമോളോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അനുമോൾ സംസാരിക്കാൻ സമ്മതിച്ചോ? പുള്ളിക്കാരത്ത് തയ്യാറായോ? അപ്പോഴാണല്ലോ ശൈത്യ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞത് നിന്റെ PR ആണ് എൻ്റെ PR എന്ന് പറഞ്ഞിട്ട്. ഒരു തവണയെങ്കിലും ആ കുട്ടിക്ക് ഒരു അവസരം കൊടുത്തോ? ഒരു പ്രാവശ്യം ആ കുട്ടീനെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ശൈത്യയുടെ മനസ്സിലെ പ്രശ്നങ്ങളൊന്ന് മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു നല്ല ഫ്രണ്ട് എന്നതിനുപരി ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ആദ്യം ഇതൊന്നും വെട്ടി തുറന്ന് പറയാൻ പോകുന്നില്ലായിരുന്നു. ഇത് വന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. എല്ലാം അവിടെ കിടക്കുക. അവർക്ക് പറയാനുള്ള പറഞ്ഞു പോകുന്നല്ലാതെ ഇതൊന്നും അനുമോൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല. അതിൽ പാനിക്കായി അവർ പറയാനുള്ള എല്ലാം വിളിച്ചങ്ങ് പറഞ്ഞു. ഈ ശൈത്യയുടെ പ്രശ്നമെങ്കിലും മിനിമം ശൈത്യയുടെ പ്രശ്നമെങ്കിലും അനുമോൾ ഒന്ന് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ആ ഒരു ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അനുമോൾ ഇന്നലെ കിടന്ന് ഇവിടെ കരയേണ്ടി വരത്തില്ലായിരുന്നു. ഉറപ്പാണ്.
ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ബേസ്റ്റ് ഔട്ട് ആയത്. പിന്നെ വേറൊരു ഡബിൾ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞുതരാം. അത് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മെൻഷൻ ചെയ്യാൻ പോലും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാൽ കൂടി ഞാൻ പറയാം. ഇന്നലെ തിരിച്ചിറങ്ങാൻ നേരത്ത് അഭിലാഷ് അനുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് കിസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് കൊടുക്കുന്ന ഒരു കിസ് ആണെന്നുള്ളത്. മാത്രമല്ല അനുവും അഭിലാഷും കൂടെ ഒരേ ഒരു ഊഞ്ഞാലിരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് അവർ കിസ് കൊടുത്തു ഇറങ്ങാൻ നേരത്തെ. ഇത്രയും കാലം അവർ തമ്മിൽ കിസ് ഒന്നും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് അവർ കിസ് കൊടുത്തു. മാത്രമല്ല കുറച്ച് നേരം മുമ്പ് അവർ ഒരുമിച്ച് ഊഞ്ഞാലിരുന്ന് ആടി. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നില്ലേ? ഇവർ തമ്മിലുള്ള ഇരിപ്പും വശമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞ അനുമോൾക്ക് താങ്ങാൻ പറ്റുമോ? കാരണം പുള്ളിക്കകത്ത് മനസ്സാ വാച അറിയാത്തൊരു കാര്യമാണ്. അവരവരുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങനെ പോയി ഇരിക്കുകയും കിസ് കൊടുക്കുകയൊക്കെ ചെയ്തതാവാം. അതിന്റെ പേരിൽ ഇങ്ങനെയാണ് പുറത്ത് പോർട്രേ ആവുന്നെങ്കിൽ എങ്ങനെ സഹിക്കും അനുമോള്? കാരണം നമ്മൾ ഒട്ടും തന്നെ എന്താ പറയുന്നത്, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമൊക്കെ ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ പോലും കോട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഈ കുട്ടി അവിടെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ബിൻസിയുടെ അപ്പണിയുടെ കാര്യം വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അവർ ആ ഒരു എന്താ പറയുക എവിക്ഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ഇമോഷന്റെ പുറത്ത് ഒരു ഹഗ് കൊടുത്തതിന് എന്തെല്ലാം രീതിയിലാണ് അനുമോൾ പറഞ്ഞുണ്ടാക്കിയത്. ഇന്നലെ ഇറങ്ങാൻ നേരത്ത് അഭിലാഷിന്റെ ആ ഒരു കിസ് എന്ന് പറയുന്ന അനുമോളെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. കാരണം പുള്ളിക്കാരത്തി ഓൾറെഡി ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരവസ്ഥയിൽ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തകർന്നിരിക്കുന്ന സമയത്താണ് ആ ഒരു കിസ് പുള്ളിക്കാരത്തി കിട്ടിയത്. അത് അവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് കരുതൽ ഫീൽ ആവും. അതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയൊക്കെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ പുറത്ത് പോർട്രേ ആവുന്നതും പുറത്തിറങ്ങുമ്പോൾ ഈ കുട്ടി അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? പിൻസിയുടെ അപ്പണിയുടെ കാര്യത്തിൽ അതേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ജിസേലിനെയും ആര്യനെയും കേസിലും അതേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ജിസേൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു ക്വാളിറ്റിയാണ് ആ സ്ത്രീക്ക്, എന്തൊരു ക്വാളിറ്റി. ഇത്രയും മോശമായിട്ട് തന്നെ കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അനുമോളെ തിരിച്ചു വന്നവർ ഹഗ് ചെയ്യല്ലേ? അവരെന്തെങ്കിലും ഒരു പരാതി പറയാൻ പോയോ? എന്തൊക്കെ തരത്തിൽ മോശമായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ് അവരെ കുറിച്ച് പുറത്ത് പ്രചരിച്ചത്. സീരിയസ്ലി സ്പീക്കിംഗ് ഒരു തവണ പോലും ഞാൻ അതൊന്നും കാണാൻ പോയിട്ടില്ല. നിങ്ങളത് കണ്ടില്ലേ സ്ത്രീ എന്നൊക്കെ ഒന്ന് എന്നോടൊന്നും ഒരിക്കലും ചോദിക്കും. ഞാനത് കാണാൻ പോയിട്ടില്ല. എന്തിനു കാണണം? എന്തിനു കാണണം അതൊക്കെ? അത് കണ്ടിട്ട് വല്ല പ്രൂഫ് ഒന്നും എടുക്കാനുണ്ടോ? ഒന്നും എടുക്കാനില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ജിസേൽ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ അവിടെ നിൽക്കുമ്പോൾ അവരുടെ ആ ഒരു എലഗൻസി, ഈവൻ എവിക്റ്റായി പോകുന്ന സമയത്ത് പോലും അവർ സംസാരിച്ച രീതി, അതൊക്കെ കണ്ടുപിടിക്കാനിരിക്കുമ്പോൾ അവരുടെ പുതപ്പിന്റെ കീഴിൽ എന്ത് ചെയ്തു, അവർ കട്ടിലിനടിയിൽ എന്ത് ചെയ്തു, ഇതൊന്നും നോക്കേണ്ട കാര്യം എനിക്കില്ല. ആര്യനെ കുറിച്ച് ഞാൻ അത് തന്നെ പറയത്തുള്ളൂ. ടോപ്പ് 5 ഡിസർവിംഗ് തന്നെയായിരുന്നു. അവിടെ നിൽക്കുന്ന വേറെ ആരെക്കാട്ടും ഡിസർവിംഗ് ആയിരുന്നു ആര്യൻ. അത്രയും മെനക്കെട്ട് ഇടന്ന് കളിച്ചിട്ടുണ്ട്, ഗെയിം കളിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയിട്ടില്ല. ആ പയ്യനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്? നമുക്ക് അവിടുത്തെ ഗെയിം ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പുറത്തിരുന്ന് പറയാം. നീ ചെയ്തത് അങ്ങനെ. ഈവൻ പോട്ടെ, കുന്നംകുളം രൺബീർ കപൂർ എന്ന് പറഞ്ഞൊക്കെ കളിയാക്കുന്നു. അതും പോട്ടെ, എല്ലാം പോട്ടെ, അതൊക്കെ നമുക്കൊരു ഫൺ രീതിയിൽ എടുക്കാം. പക്ഷേ ഈ മോശമായ അലിഗേഷൻസ് ഒക്കെ കേൾക്കേണ്ട കാര്യം ഇവർക്കൊക്കെ ഉണ്ടോ? ഈ ആര്യനും അക്ബറൊക്കെ ഇതൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ? അക്ബർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞിട്ട് എന്തോ റാപ്പ് പാടി പുള്ളിക്കാരത്തി എന്തോ പേര് വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കിത് കേൾക്കുമ്പോഴത്തേക്കും പരമ പുച്ഛമാണ് ഫീൽ ചെയ്യുന്നത്. വലിയ തെറ്റുകൾ ഇവിടെ ഓപ്പോസിറ്റ് പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറക്കാൻ വേണ്ടിയിട്ട് അക്ബർ എന്തോ വിളിച്ച കുറേ പേരുകൾ ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ബേസിക് ട്രിഗറിംഗ് ആണല്ലോ. അതൊക്കെ ചെയ്തൂടെ? അനുമോൾക്ക് ചെയ്യാമല്ലോ. അനുമോൾക്ക് എന്തൊക്കെ ചെയ്യാം? തിരിച്ച് ആ പുള്ളിക്കാരത്തെ അഭിനയിച്ച് കാണിക്കാം അക്ബറിനെ. അങ്ങനെ ചെയ്യാമല്ലോ. എന്തൊക്കെ രീതിയിൽ ട്രിഗർ ചെയ്യാം? ഇതൊക്കെയാണോ ട്രിഗർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ? അവരാരെങ്കിലും തിരിച്ച് ആ ഒരു രീതിയിൽ നിന്ന് കളിച്ച് നോക്കട്ടെ. അപ്പം കാണാം പുറത്ത് സോഷ്യൽ മീഡിയ കത്തുന്നത്. ഹിന്ദർത്ഥത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ആക്കളെ ചെയ്യുമ്പോൾ അതൊക്കെ ഒറിജിനൽ കാര്യങ്ങൾ. അനുമോൾ കണ്ട സത്യങ്ങൾ അനുമോൾ തുറന്ന് പറഞ്ഞു. അനുമോൾ വളരെ നന്മയുള്ളവൾ. ഇതാണ് ഇരട്ടത്താപ്പെന്ന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞില്ലേ. ഇത്രമാത്രം ഡബിൾ സ്റ്റാൻഡ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നു. പിന്നെ അതിൽ ലക്ഷ്മിയുടെ സംസാരിക്കുന്ന സമയത്ത് അനു പറയുന്നുണ്ട് ആര്യൻ എൻ്റെ ക്രഷ് ആയിരുന്നു എന്നാണ് ശൈത്യ ഇവിടെ എല്ലാം പറഞ്ഞിടുന്നത്. ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ അനുമോൾ തന്നെയല്ലേ ഞാൻ ആര്യം കയറി വന്നപ്പോഴത്തേക്കും ഒന്നുമില്ലല്ലോ നീയാണല്ലോ എൻ്റെ ആദ്യത്തെ ക്രഷ് എന്ന് പറഞ്ഞത്. അത് തമാശയായിരുന്നു. ഇനി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ തമാശയായിരുന്നു. ഇതൊക്കെ വലിയൊരു തെറ്റ് പോലെ ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെ ശൈത്യ പറഞ്ഞുണ്ടാക്കി എന്നുള്ള രീതിയിലാണ് ഇന്നലെ ലക്ഷ്മിയോട് ഇരുന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ എപ്പിസോഡിലുണ്ടായ മെയിൻ കാര്യം എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു. നമ്മുടെ മസ്താനി, അപ്പാണി, ആര്യൻ, അക്ബർ, ഷാനവാസ് ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ക്യാമറ നോക്കിയിട്ട് നമ്മളെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തീർത്തു. ഇനി നമ്മളൊരു ഫാമിലിയാണെന്ന് പറഞ്ഞ് പിരിക്കുന്നതാണ് സത്യം നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മസ്താനിക്ക് ഇച്ചിരി പോസിറ്റീവ് വരാൻ തുടങ്ങി, കാരണം അനുമോളുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ. പക്ഷേ എന്നെ സംബന്ധിച്ച് അനുവിൻ്റെ കൂടെ നിന്നുകൊണ്ടൊന്നുമല്ല, ഈ അപ്പാണിയായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത് വലിയ കാര്യമായി. അപ്പോൾ ആര്യനോട് പറയുന്നുണ്ട് അപ്പാണി പോയപ്പോൾ മസ്താനി സന്തോഷിച്ചു, മസ്താനി പോയപ്പോൾ ഞാൻ സന്തോഷിച്ചു, അതവിടെ തീർന്നു, ആസ് എ ഗെയിം അത് വിട്ടുവെന്ന്. അപ്പോൾ ശരത്ത് അവിടെ പോയിട്ട് പിന്നെ അക്ബറോട് ചോദിക്കുന്നുണ്ട് എടാ ശൈത്യം അനു ഒരിക്കലും മിണ്ടത്തിലെന്ന് പറഞ്ഞിരുന്നവർ തമ്മിൽ മിണ്ടാക്കി പിന്നെ എനിക്ക് മസ്താനിയോട് പറഞ്ഞു തീർത്തൂടെ? അപ്പോൾ അക്ബർ പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രശ്നമില്ലടാ, അത് മസ്താനി ഒന്നുമില്ലെങ്കിലും ഗെയിമാണ് കളിച്ചത്, അവിടെ ഗെയിമായിട്ട് കളിച്ചു, ഗെയിമായിട്ട് വിടുക, അത്രേ ഉള്ളൂ, അത് വിടുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മസ്താനി ചില ആൾക്കാരുടെയൊക്കെ ലൈഫിലെ ഇൻസിഡൻസ് ഒക്കെ ഇവിടെ അടുത്ത് ഗെയിം കളിക്കുന്ന ആ 2 ആഴ്ചക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് അനീഷ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ പാസ്റ്റ് ലൈഫ്, ഡൈവേഴ്സ്, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി എടുത്തിവിടെ ഇടുന്നുണ്ടായിരുന്നു. അത്രയും ഒരു മോശം ആക്ട് ഇവിടെ ചെയ്യുമ്പോൾ അനീഷിന് എത്രമാത്രം ഹേർട്ട് ആവും. പക്ഷേ അനീഷ് തിരിച്ച് മസ്താനിയുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇന്റർഫിയർ ചെയ്യാൻ പോയിട്ടില്ല. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട് അനീഷ് ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഫേക്ക് ആയിട്ടാവാം, അല്ലാതിരിക്കാം, എനിക്കറിയത്തില്ല. നമുക്ക് അതിനകത്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാണ്. മസ്താനി അനീഷിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മസ്താനിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അവിടെ എടുത്തിടാൻ അനീഷ് ശ്രമിച്ചിട്ടില്ല. പണ്ട് അക്ബർ അനീഷിനെ ഒരു പില്ലോ എടുത്തെറിഞ്ഞ സമയത്ത്, അത്രയും അഗ്രസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും അനീഷ് തിരിച്ച് അക്ബറിനെ പില്ലോ എടുത്തെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ചെയ്താൽ ഞാൻ അതേപോലെ ചെയ്യണം എന്നുള്ളൊരു പ്രവൃത്തി പുള്ളിക്കാരനില്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എടി പൊടി വെളിയൊന്നും പുള്ളിക്കാരനില്ല. വായിനൊന്നും ആവശ്യമില്ലാത്ത വൃത്തികെട്ട വാക്കുകളൊന്നും വരുത്തില്ല. കൂടിപ്പോയാൽ മരക്കെഴുതിയ മരപ്പൊട്ട, ഇതന്നെ അപ്പുറത്തേക്ക് ഒന്നും മോശമായ രീതിയിൽ അനീഷിന്റെ വായിന്ന് വരുന്നത് ഞാൻ
കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്താനി അനീഷിന്റെ പേഴ്സണൽ ലൈഫ് ഇവിടെ ഈ ഒരു ഷോയിനെടുത്ത് പറഞ്ഞിട്ട് കൂടിയും റീ എൻട്രി ചെയ്ത് വിഷമിച്ച് കടന്നു വന്ന മസ്താനിയെ ഇരു കൈ നീട്ടിയാണ് അനീഷ് സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് അനീഷിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിന്ന് കളിച്ച ആളാണ്, തന്റെ ജീവിതം ഇവിടെ എടുത്ത് വെച്ച് പറഞ്ഞ ആളാണ്, എന്നിട്ട് കൂടിയും പുള്ളിക്കാരൻ എന്ത് കാര്യമായിട്ടാണ് മസ്താനിയോട് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അന്ന് മോർണിംഗ് ടാസ്കിൽ അനീഷിന്റെ പേരെടുത്ത് മസ്താനി പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്നലെ ഇറങ്ങാൻ നേരത്ത് ജിസയിൽ അനീഷിനോട് പറയുന്നത്, നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ ഉണ്ടാവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നേന്ന് വരെ പറയുന്നുണ്ട്. രേണു പറയുന്നത് നല്ലപോലെ കളിക്കൂ. രേണുവിനോട് അനീഷ് പറയുന്നത് നിങ്ങളെ പോലത്തെ ഒരു പോസിറ്റീവ് ലേഡിനെ വളരെ റെയർ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. എന്നത് സത്യമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ രേണു പുറത്ത് സോഷ്യൽ മീഡിയയിൽ രേണുവിനുണ്ടായിരുന്ന കുറേ നെഗറ്റിവിറ്റി ബിഗ് ബോസിൽ വന്ന് പോയതിനു ശേഷം മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി റീ എൻട്രി കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും നല്ലതുപോലെ മാറിയിട്ടുണ്ടെന്ന് വേണം പറയാം. കാരണം ഇതൊന്നും പുള്ളിക്കാരത്തിനെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര പോസിറ്റീവ് തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം അവിടെ പലരും വിഷമിച്ച് പോകുന്ന ഒരു കാര്യമാണ് ഈ സൈബർ ബുള്ളിങ് എന്നുള്ളത്. അപ്പോൾ അത് വളരെ കൂളായിട്ടാണ് പുള്ളിക്കാരത്തി ഹാൻഡിൽ ചെയ്തത്. മാത്രമല്ല അകത്ത് വന്നിട്ടും എല്ലാവരും ചിയറപ്പ് ചെയ്ത് വളരെ സന്തോഷകരമായി പോസിറ്റീവായിട്ടാണ് പുള്ളിക്കാരത്തി പുറത്തേക്ക് ഇറങ്ങുന്നത്. രേണുവിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ സരിക ബൈ നെവിനോട് പറയുന്നുണ്ട് 24 hours ഒരാൾക്ക് എന്റർടൈൻ ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് നെവിൻ വഴിയാണ്. ഇത്രയധികം എന്റർടൈൻമെന്റ് ആണ് നിന്റെ ഭാഗത്ത് നിൽക്കുന്നത്. ആ സത്യമാണ് കേട്ടോ. അന്നും എന്നും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ എന്ന് പറയുന്നത് എന്റർടൈനർ ഓഫ് ദ സീസൺ ആണ്. പുള്ളിക്കാരനൊരു ഭയങ്കര വൈബാണ്, നല്ലൊരു മനുഷ്യനാണ്. ഈ കട്ട് തീറ്റി എന്നുള്ള കാര്യം പുള്ളിക്കാരൻ ചുമ്മാ ഇതിനകത്തേക്ക് എടുത്തിട്ടതാണ്. എന്തുമാത്രം ടാലന്റഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഇന്നലെ പാട്ട് പാടുന്ന കേട്ടില്ലെന്നോ? അക്ബർ മനോഹരമായി പാടി. പുള്ളിക്കാരൻ പാട്ട് പാടുന്ന ആണെന്ന് നമുക്കറിയാം. പക്ഷെ പാട്ട് പഠിക്കാത്ത നെവിനും എന്ത് മനോഹരമായിട്ടാണ് പാടിയത്. അതുപോലെ അനീഷിനെ ഒനിയിൽ കെട്ടിപ്പിടിക്കുന്നു, തലതടവി കൊടുക്കുന്നു, ആര്യൻ ഹഗ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ എല്ലാവരും അനീഷിനോട് എന്ത് സ്നേഹമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അല്ലേ? ഇതൊന്നും പെട്ട് അധികം കറയാവാണ്ടാണ് അനീഷ് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അതിൽ അനീഷിനെ അഭിമാനിക്കാം. ഈവൻ അപ്പാണി ശരത് എന്തുമാത്രം അനീഷിനോട് അടികൂടിയാണെന്ന് മനുഷ്യനാണ്. പലതും പറഞ്ഞു തീർക്കാനായിട്ട് വന്ന ശരത്തിനെ അങ്ങോട്ട് പോയി ഹഗ് ചെയ്ത് വിശേഷങ്ങൾ തിരക്കുമായിരുന്നു അനീഷ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ മനുഷ്യൻ്റെ ക്വാളിറ്റിയുടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അനീഷിൻ്റെ. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനായാലും പുറത്തിറങ്ങുമ്പോൾ അനീഷിനോട് ഇത്രയും വളരെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ദേഷ്യമായിട്ട് തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് അത് സ്നേഹമായിട്ട് മാറുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഏൺ ചെയ്തെടുക്കുന്ന കാര്യമാണ്. അയാൾ ഫേക്കായിട്ട് നിൽക്കുകയോ റിയലായിട്ട് നിൽക്കുകയോ എന്തോ ആവട്ടെ, അതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം ഷോനെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുക, ആൾക്കാരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക, അവരുടെ വോട്ട് കിട്ടുക. ആ കാര്യം അവിടെ കഴിഞ്ഞു. അല്ലാതെ ഇത് അവരുടെ റിയൽ സ്വഭാവമാണ്, ഇവിടെ ഫേക്കായിട്ട് നിൽക്കാൻ പാടില്ല, ഇവിടെ റിയലായിട്ട് നിൽക്കാമെന്നൊന്നും നിയമമില്ല. നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുവോ വോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് കൊണ്ടുവന്ന് ഗെയിമും സീസൺ തന്നെ കുളവാക്കുക. സത്യമായിട്ട് ഞാൻ പറയണം, അനുമോൾക്ക് ഫാൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതല്ല. അനുമോൾ PR കൊണ്ട് ഈ സീസണിലേക്ക് വന്നില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഈ സീസണിന്റെ ഗതി തന്നെ മാറിയാണ്. കൂട്ടത്തോടെ ആക്രമിച്ചെന്ന് പറയുന്ന ശരത്ത് ഇറങ്ങാൻ നേരത്ത് അനുവിനെ ആശ്വസിപ്പിച്ചാണ് പോകുന്നത്. സന്തോഷമായിട്ടിരിക്കും, ധൈര്യമായിട്ടിരിക്കും, ഒരു ദിവസത്തോടുള്ള ഗെയിം എന്നൊക്കെ പറയുന്നു. ഇവരൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ട് പോകുന്നത്. അല്ലാതെ അനുമോൾ അവിടെ ആരും കൂട്ടത്തോടെ ആക്രമിച്ചിട്ടില്ല. അത് ഞാൻ ഒരിടത്ത് സമ്മതിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി ചിന്തിക്കുക, വോട്ടിംഗ് ഇന്നും കൂടെ ഉള്ളൂ. രാത്രി 11:59 വരെയുള്ള വോട്ടിംഗ് ടൈം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക്, ഡിസർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. നാളെ ഗ്രാൻഡ് ഫിനാലെയാണ്, 7 മണിക്കാണ് നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ. നമുക്ക് നോക്കാം വിന്നർ ആരാന്ന്. അതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണോ വിന്നർ, അതോ PRകൾ തീരുമാനിക്കുന്ന ആളാകുമോ വിന്നർ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഡിസർവിംഗ് ആയിട്ടുള്ള ആൾ തന്നെ ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അനുമോൾക്ക് കപ്പ് കിട്ടുമോ കപ്പ് കിട്ടത്തില്ല, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ കപ്പും കൊണ്ടാണ് പുള്ളിക്കാരത്തി പുറത്തിറങ്ങുന്നെങ്കിൽ, പണ്ട് ദിൽഷയ്ക്ക് ഒരു കപ്പ് കൊടുത്തതിന് ശേഷം പുള്ളിക്കാരത്തി അനുഭവിച്ച സൈബർ അറ്റാക്ക് ഉണ്ടല്ലോ, അതിന്റെ ബാക്കി പത്രമായിരിക്കും അനുമോൾ. അതിൽ യാതൊരു സംശയമില്ല. അനുമോൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കപ്പ് കിട്ടാതിരിക്കട്ടെ എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ ആശംസിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ പുള്ളിക്കാരത്തി അവിടെ കിടന്ന് വിഷമിച്ച് കരയുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരത്തിക്ക് ഇതൊന്നും താങ്ങാനുള്ള കഴിവില്ല. ബാക്കിയുള്ളവർക്ക് സൈബർ അറ്റാക്ക് കിട്ടുമ്പോൾ പുള്ളിക്കാരത്തി കൈയടിച്ച് ചിരിക്കുമായിരിക്കും. പക്ഷേ സ്വയം വരുമ്പോൾ അതൊട്ടും തന്നെ പുള്ളിക്കാരത്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, 99% പോസിറ്റീവായിട്ട് അകത്തേക്ക് പോയ ആളാണ് അനുമോൾ. തിരിച്ചിറങ്ങുമ്പോൾ ഈ ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അനുമോൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുള്ളിക്കാരത്തി തകർന്നു പോകത്തേ ഉള്ളൂ. കപ്പ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയും. പക്ഷേ കപ്പ് കിട്ടിയാൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.